നമസ്കാരം. മകരസംക്രാന്തി ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ശുഭകരമായ ദിവസം തന്നെയാകുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം മകരസംക്രാന്തിയിൽ ഒന്നിലധികം ശുഭയോഗങ്ങളുടെ സംയോഗം ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനി തന്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിലാണ്. ഇത് ശശരാജയോഗത്തിന് കാരണമാകുന്നുമുണ്ട്. കൂടാതെ സൂര്യൻ മകരം രാശിയിൽ സംക്രമിക്കുക വഴി വ്യാഴവുമായി ചേർന്ന് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ധനയോഗം, ഗൗരിയോഗം, ഭൗമപുഷ്യയോഗം എന്നിങ്ങനെ മറ്റ് ശുഭയോഗങ്ങളും മകരസംക്രാന്തിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് പല രാശിയിലുള്ള നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായകരമായി തീരും. പ്രധാനമായും മകരമാസത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് അസൗഭാഗ്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മേടം രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് അർദ്ധകേന്ദ്രയോഗം വളരെയധികം നേട്ടമായി ഭവിക്കുന്നതാണ്. അപ്രത്യക്ഷമായി ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നറുക്കെടുപ്പുകളിലൂടെയും വിജയങ്ങൾ, മറ്റ് സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇവർ പ്രവർത്തിക്കുന്നതായ മേഖലകളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാനും സംതൃപ്തി നേടിയെടുക്കുവാനും സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടാതെ അടിക്കടി സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഭാഗ്യ അഥവാ സൗഭാഗ്യകാലം തന്നെയാകുന്നു. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ ജോലിക്കുള്ള ഓഫർ ലഭിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് രൂപം കൊള്ളുക. വിദേശത്തു നിന്നും പണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തു നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ പലവിധ ആശങ്കകളെയും ദൂരീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടും സഹായം ലഭിക്കാനും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായ ധനം അല്ലെങ്കിൽ കൈകളിൽ പണം വന്ന് നിറയുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രത്യേകിച്ചും വ്യാഴവും ചൊവ്വയും ചേർന്ന് സൃഷ്ടിക്കുന്ന അർദ്ധകേന്ദ്ര യോഗത്തിലൂടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇത്. ഇതുവരെ ചെയ്ത പല കാര്യങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അത് സഹായമായി ലഭിക്കാം. അല്ലെങ്കിൽ പ്രധാനമായും ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഭാഗ്യക്കുറി ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ നറുക്കെടുപ്പുകളിലൂടെ മറ്റ് സമ്മാനങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വളരെയധികം വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. അത് ജോലിയിലും പ്രതിഫലിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ആശ്വാസം പകരുന്നതായ സമയമാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവിച്ചിരുന്നതായ സാമ്പത്തിക പ്രയാസങ്ങൾക്ക്, സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ആശ്വാസം വന്ന് ചേരുന്ന സമയമാകുന്നു. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും
ഈ സമയം വളരെ ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുകയും സമ്പാദ്യം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. വളരെ കാലമായി ലഭിക്കാനുണ്ടായിരുന്നതായ ധനമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുക, ജോലിക്കായുള്ള പുതിയ അവസരങ്ങൾ തേടിയെത്തുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് സംഭവിക്കാം. കൂടാതെ നിങ്ങൾക്ക് ധനപരമായ പ്രയാസങ്ങൾ, അത് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ഒരു പരിധിവരെ കടബാധ്യതകളെ പോലും പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാക്കുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും ശുഭസ്ഥിതി സാമ്പത്തികപരമായ ലാഭങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഇവർക്ക് പ്രധാനമായും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ഥാനമാറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമ്മാനങ്ങൾ, നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അപ്രതീക്ഷിതമായ ചില ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുകയോ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുകയോ ചെയ്യാവുന്നതാണ്. സാമ്പത്തികപരമായും അല്ലാതെയും കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ആശയങ്ങളിലൂടെ സാമ്പത്തികപരമായ ലാഭങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും ചിലവുകൾ അല്പം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് ധനപരമായും അല്ലാതെയും അംഗീകാരങ്ങളോ മറ്റുള്ളവരുടെ ബഹുമാനമോ നേടിത്തരുന്നതായ സാഹചര്യങ്ങളാണ് നൽകുക. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആർക്കു വേണ്ടി ജീവിക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത്. അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ നൽകുന്നു. ഇതിൽ ഒരു പരിധിവരെയെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന, ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. എന്നാൽ ഏത് കാര്യവും അധികമായാൽ ദോഷമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പൊതുഫലപ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്.